ഹലോ ഗൈസ്, നമ്മുടെ മാർക്കറ്റ് നന്നായി താഴ്ന്നിരിക്കുകയാണ്. മൂഞ്ചി. പക്ഷേ ഇനി പറയാനുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുക. എന്തുകൊണ്ടാണ് ഈ ഒരു ക്രാഷ് ഉണ്ടായത്, എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കാനായിട്ട് ഈ ഒരു ക്രാഷ്, അതുപോലെ തന്നെ ഫ്യൂച്ചർ എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് യുവർ മണി ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ മണി ആസ് വെൽ ആൻഡ് ടൈം ആസ് വെൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ക്രിപ്റ്റോയിൽ പൈസ ഇറക്കി പൈസ പോയിട്ടുള്ള ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇന്ന് എല്ലാവർക്കും പൈസ പോയിട്ടുണ്ട്. ഒറ്റയ്ക്കൊന്നുമല്ല, കൂട്ടത്തോടെ പഞ്ഞു പൊങ്ങിക്കണത്. ഓക്കെ, അപ്പോൾ സംഭവം മെയിനായിട്ട് ഒരു ഫിയർ ഉണ്ടായി. അതായത് ടാരിഫ്. നമ്മുടെ ചൈനക്കെതിരെ ഒരു 100% ടാരിഫാണ് ട്രംപ് പറഞ്ഞത്, ഇൻഎഫക്റ്റീവ് ഫ്രം നവംബർ 1. അതിനുള്ള കാരണങ്ങൾക്ക് ആൾ പറഞ്ഞത് നെഗോഷിയേഷൻസ് മര്യാദയ്ക്ക് നടക്കുന്നില്ല. 2, ചൈന ഇതിൻ്റെ ഇടയ്ക്ക് വേറെ രാജ്യങ്ങൾക്ക് US-നെതിരെ പണി കൊടുക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അത്ര. അങ്ങനെ കുറേ കിട്ടിയപ്പോൾ ട്രംപ് വേറെ നോക്കില്ല, ഒറ്റ മൈൻഡ് ഇന്നാ പിടിച്ചാൽ 100 പറഞ്ഞും കൂടെ കൊടുത്തു. അത്ര ഉണ്ടായുള്ളൂ. അത് മാർക്കറ്റുകാർക്ക് പിടിച്ചില്ല. അപ്പോൾ അങ്ങോട്ട് ഒറ്റ ക്രാഷ്. അതാണ് മെയിൻ സംഭവം. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നോബൽ പ്രൈസിൻ്റെ കേസ് പറയുന്നുണ്ട്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് അത് അത്രയും ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. കാരണം അത് കിട്ടിയ പുള്ളിക്കാരത്തി അമേരിക്കനെ നന്ദി പറഞ്ഞിട്ടുണ്ട്. പീസ് മേക്കേഴ്സ് അങ്ങനെ എന്തൊക്കെയോ ഒരു പൊക്കടിച്ചിട്ടുണ്ട് അമേരിക്കനെ. ഓക്കെ, പിന്നെ 2, വെനസ്വേല ഇപ്പോഴത്തെ ഭരണപക്ഷത്തെ അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല. ഈ വെനസ്വേല പ്രസിഡന്റിനെതിരെ ആളുടെ തലയ്ക്ക് പൈസ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിഷൻ ലീഡർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ആൾക്കൊരു ബൂസ്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ ഞാനൊരു വീഡിയോ കണ്ടതാണ്, ഐ ഡിഡ്ന്റ് ലുക്ക് ഇൻ ടു ഇറ്റ്. അതായത് ജനുവരിയിലാണ് നോബൽ പ്രൈസിനുള്ള നോമിനേഷൻ കൊടുക്കേണ്ടത്. അത് ഈ കഴിഞ്ഞ ജനുവരി. അപ്പോഴാണ് നമ്മുടെ ആ സമയത്താണ് ശരിക്കും നമ്മുടെ ട്രംപിൻ്റെ സ്ഥാനാരോഹണമൊക്കെ ഉണ്ടായത്. ഇഫ് ഐ ബിലീവ് ജനുവരി 20. അപ്പോൾ നെക്സ്റ്റ് ഇയറിനുള്ളിൽ നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഹി ഡിസേർവ്സ് ഇറ്റ്, യെസ്. കാരണം കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ക്രിപ്റ്റോനെ പറ്റി സംസാരിക്കാം. ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ക്രിപ്റ്റോനെ പറ്റി സംസാരിക്കുമ്പോൾ ജസ്റ്റ് അനദർ ക്രാഷ് ഗൈസ്. യെസ്, കാരണം ക്രിപ്റ്റോയിൽ കുറച്ച് നാൾ നിന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ കുറേയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്, അത്രേ ഉള്ളൂ. സോ ആദ്യമായിട്ടാണ് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യണവർക്കാണെങ്കിൽ നിങ്ങളോട് ഇത് പറയാനുള്ളൂ. ഇവിടെയും ഇങ്ങനെയാണ്. നന്നായിട്ട് കയറി കഴിഞ്ഞാൽ നന്നായിട്ട് താഴും. ഇത് പൂന്തോട്ടമൊന്നുമല്ല, ഇറ്റ്സ് എ വാർ സോൺ. സോ ദർ വിൽ ബി എ ഫൈറ്റ്. പിന്നെ ഞാൻ കൊണ്ട് നടക്കുന്ന ഒരു കോട്ടുണ്ട്, അതാണ് എൻ്റെ തോട്ട് പ്രോസസ്സ്. അതായത് നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുള്ള നഷ്ടം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കണം, നിങ്ങൾക്കത് നഷ്ടമായി എന്നുള്ളത്. പക്ഷേ നിങ്ങളത് വിൽക്കാണ്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ പാർട്ട് ഓഫ് ദി പ്രോസസ്സ്. അതായത് ആ ഒരു പ്രോസസ്സിൻ്റെ, ആ ഒരു പ്രൈസിങ്ങിൻ്റെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസിങ്ങിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡ്രോപ്പാണ് ഇതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് വട്ടപൂജയാവുമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട. ഓക്കെ, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി സൂണ. അതായത് വീണ്ടും പറയുന്നു, നിങ്ങൾ വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വന്നിരിക്കുന്നു. വിറ്റിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി പ്രോസസ് ഓഫ് ദി കോയിൻ. ആ ഒരു പാർട്ടാണ്. അപ്പം നിങ്ങൾ അങ്ങനെ ചിന്തകൾ ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇഫ് യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ക്രിപ്റ്റോ ഇൻ ബിഗ് എമൗണ്ട്, ഓക്കെ, 2 രൂപ 4 രൂപ ഇട്ടിട്ടൊന്നും കോടികൾ ഉണ്ടാക്കുന്നു വിചാരിക്കരുത്. ഐ ഡോണ്ട് തിങ്ക് സോ. ക്രിപ്റ്റോ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ഇറ്റ്, പക്ഷേ ഇറ്റ്സ് ലൈക്ലിഹുഡ് ഇറ്റ്സ് റിയലി ലോ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചിന്താഗതികൾ. പിന്നെ ഇങ്ങനെ ഡ്രോപ്പുകൾ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും നമ്മൾ മാർക്കറ്റിൽ എൻ്റർ ചെയ്യേണ്ടത്. കാരണം അത്രയും ചീപ്പായിട്ട് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടിയിരിക്കുകയാണ് ഓരോ പ്രൊഡക്റ്റുകൾ. അപ്പോൾ നമ്മൾ സാധാ കടയ്ക്ക് പോകുമ്പോൾ ഡിസ്കൗണ്ട് ആയിട്ട് സാധനം കിട്ടിയെങ്കിൽ നമ്മൾ വാങ്ങില്ലേ, അതുപോലെ തന്നെ ഇതും നല്ല ഡിസ്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോയി വാങ്ങാം, പൈസ ഉണ്ടെങ്കിൽ. പൈസ ഇല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കുക, അത്രയൊക്കെ പറയാനുള്ളൂ.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ എനിക്ക് പറയാമല്ലോ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ജോയിൻ ചെയ്യാം. നല്ല ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. മൈ തോട്ട് പ്രോസസ് ഫോർകാസ്റ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളും പറയാറുണ്ട്. ആൻഡ് ഇറ്റ് ഓൾവേസ് കംസ് ത്രൂ. പിന്നെ ട്രേഡ് ചെയ്യണവർ നല്ല രസമായിട്ടുണ്ട് അല്ലേ? ഇപ്പം എൻ്റെ സൂയിയുടെ ഒരു ലോ ലെവറേജ് പൊസിഷൻ ഉണ്ടായിരുന്നു, 2x ലെവറേജ്, അത്രേ ഉള്ളൂ. അതിൻ്റെ ലിക്വിഡേഷൻ പോയിൻ്റ് $1.88 ആയിരുന്നു. ഇന്ന് അതിൻ്റെ പ്രൈസ് 1.99 വരെ എത്തി, വിത്തിൻ കപ്പിൾ ഓഫ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ. അപ്പം അത്രയും ലോ ലെവറേജ് ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെയായിരിക്കും ഒന്ന് ജിങ്കലായിരിക്കും. എന്തെങ്കിലാട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. ചില്ലായിട്ടിരിക്കുക, കാരണം ഇറ്റ്സ് പാർട്ട് ഓഫ് ദ പ്രോസസ്. അപ്പോൾ നല്ലൊരു നാളെ വരും എന്ന് വിചാരിക്കുക. ഈ ഒരു 4 മാസം ഒന്ന് പിടിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, കാരണം നല്ല ദിവസങ്ങൾ നല്ല മാസങ്ങൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശുഭദിനം, ശുഭരാത്രി, ഗുഡ് നൈറ്റ്. കാരണം ഇവിടെ 2 മണിയായിട്ടില്ല ഇപ്പോഴും. പീസ.